സംഘടനാ വിപുലീകരണം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. പുതിയ ദേശീയ നേതൃത്വവും സോണൽ കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് പ്രഖ്യാപിച്ചത്. ഈസ്റ്റ് സോൺ, വെസ്റ്റ് സോൺ, നോർത്ത് സോൺ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. താഴെത്തട്ടിലുള്ള സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതും ഏകോപനം മെച്ചപ്പെടുത്തുന്നതുമാണ് ലക്ഷ്യം. ഇന്ത്യയിലുടനീളം പ്രാദേശിക നേതൃത്വത്തിന്റെ ശക്തമായ ഒരു ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് സംഘടനാ വിപുലീകരണം. സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരെ സഹകൺവീനർമാരായും ആഫ്രീൻ നവാസിനെ ദേശീയ സെക്രട്ടറിയായും തീരുമാനിച്ചു. 5 സംഘടനാ ജോയിന്റ് സെക്രട്ടറിമാരെയും 2 ദേശീയ വക്താക്കളെയും CJP പ്രഖ്യാപിച്ചു. രേഖ ശർമ്മ, അക്ഷയ് ഷിൻഡെ, പ്രേം ആകാശ്, അനം ഉസ്മ, ബാലകൃഷ്ണ ശുക്ല എന്നിവരെ സംഘടനാ ജോയിന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്തു. സുധീർ സാങ്വാൻ, സിദ്ധാർത്ഥ് ഭരദ്വാജ് എന്നിവരാണ് പുതിയ ദേശീയ വക്താക്കൾ. ഈസ്റ്റ് സോൺ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷെയ്ഖ് മരൂഫ് ഉദ്ദീൻ, ദേദീപ്യ ഗാംഗുലി, ഷെയ്ഖ് അബ്ദുൾ ഹഫീസ്, പ്രകൃതി സാഹു, രാകേഷ് രഞ്ജൻ സമൽ, സ്വപ്നിൽ മിശ്ര, അശുതോഷ് രഞ്ജൻ, ഖുഷ്ബു വഹാബ് ചൗധരി, മായങ്ക് പാണ്ഡെ, സതീഷ് യാദവ്, അസ്ലം ഖാൻ, ഋസിക ഖാരെ, സച്ചിൻ ബർവാൾ, കൃതിക കശ്യപ്, മോഹൻ യാദവ്, രാമൻ ദീപ് എന്നിവർ ഉൾപ്പെടുന്നു. വെസ്റ്റ് സോൺ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഡോക്ടർ നിതിൻ ദിഗെ, അഡ്വക്കേറ്റ് ജയ്സിംഗ് ഷേരെ, ദുർഗേഷ് കൊയ്ക്കെ, നിലാക്ഷി വാങ്കഡെ, സരോജ് ഷെയ്ഖ്, അശുതോഷ് ശർമ്മ, രോഹിത് പട്ടേൽ, അനികേത് ശിവഹാരെ, രാം പട്ടേൽ, വേദ് ത്രിവേദി, പ്രിതേഷ് ചൗഡ എന്നിവരാണുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാജ്യത്തുടനീളം കൂടുതൽ ശക്തവും സജീവവുമായ ഒരു സംഘടന കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് CJP സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി. അതോടൊപ്പം കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന സംഭവത്തിൽ പ്രതികരിച്ച് സ്ഥാപകനും ദേശീയ കൺവീനറുമായ അഭിജിത്ത് ദീപ്കെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തോടൊപ്പം അശുതോഷ് റാങ്കയും സൗരവ് ദാസും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. തനിക്കും കോ കൺവീനർ അശുതോഷ് റാങ്കക്കും ഇതിനോടകം മർദ്ദനമേറ്റെന്നും അടുത്ത ഊഴം സൗരവ് ദാസിനാണെന്നും ആയിരുന്നു അദ്ദേഹം രസകരമായി പറഞ്ഞത്. ഇക്കഴിഞ്ഞ ജൂണിൽ ജയ്പൂർ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് അഭിജിത്ത് ദീപ്കെക്ക് മർദ്ദനമേറ്റത്. പൊതുയോഗത്തിൽ പ്രസംഗിക്കാനായി ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകവെ ആൾക്കൂട്ടത്തിൽ നിന്നും തുടർച്ചയായി മർദ്ദിക്കുകയായിരുന്നു. തന്നെ മർദ്ദിച്ചത് RSSകാരായിരുന്നു എന്നാണ് അന്ന് ദീപ്കെ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ CJPയുടെ സ്കൂൾ ടീക്കരവ് ക്യാമ്പയിന്റെ ഭാഗമായി രാജസ്ഥാനിലെ സർക്കാർ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് അശുതോഷ് റാങ്കയും സംഘവും ആക്രമിക്കപ്പെട്ടത്.